ഞാൻ അനീഷ് താമരക്കുളം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കാണുന്നതെല്ലാം സത്യമെന്ന് വിശ്വസിക്കുന്ന കാലം കഴിഞ്ഞുവെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. നിർമ്മിത ബുദ്ധിക്കാലത്തെ ജുഡീഷ്യറിയും മാധ്യമങ്ങളും എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാണുന്നതും കേൾക്കുന്നതുമെല്ലാം സത്യമെന്ന് വിശ്വസിക്കുന്ന കാലം കഴിഞ്ഞെന്ന് ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. സത്യം പോലും യന്ത്രങ്ങളാൽ നിർമ്മിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നിർമ്മിത ബുദ്ധി നമ്മുടെ ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും സ്വാധീനിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് പ്രസ് ക്ലബ്ബും ICJ അലൂമിനി നെറ്റ്വർക്കും ചേർന്ന് നടത്തിയ നിർമ്മിത ബുദ്ധിക്കാലത്തെ ജുഡീഷ്യറിയും മാധ്യമങ്ങളും എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധി ജുഡീഷ്യറിയെയും മാധ്യമങ്ങളെയും അതിവേഗം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളടക്കങ്ങൾ നിർമ്മിക്കാൻ മാത്രമായി വലിയൊരു കൂട്ടം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വിവരങ്ങളുടെ ഈ കുത്തൊഴുക്കിൽ നമ്മുടെ കൺമുന്നിൽ കാണുന്ന വാർത്തകളുടെ സത്യാവസ്ഥ ഉറപ്പുവരുത്താൻ പോലും സമയം കിട്ടുന്നില്ല. ഇന്ന് സത്യമെന്നു കരുതുന്നത് നാളെ അസത്യമായി മാറിയേക്കാം. സമൂഹ മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നിരുന്നാലും നിർമ്മിത ബുദ്ധിയേക്കാൾ ശക്തം മനുഷ്യന്റെ ബുദ്ധിയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. AI മനുഷ്യനെ സഹായിക്കുന്ന ഒരു ഉപകരണം മാത്രമായിരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ജനറേറ്റ് ചെയ്യുന്ന കണ്ടന്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് തന്നെ നമുക്ക് ഇപ്പോൾ ലോകത്ത് കാണാൻ സാധിക്കും. അത് ലോക്കലൈസ്ഡ് ആണ്, ശരിക്കും സെൻട്രലൈസ്ഡ് അല്ല. അതിനെ കോൺട്രാ ഡിസ്റ്റിങ്ഷനിലാണ് നമ്മൾ അതിനെ കണ്ടുപിടിക്കുന്ന, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ നിൽക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഇതിലൊരു തമാശ എന്താന്ന് വെച്ചാൽ, ഈ കൊടുക്കുന്ന കണ്ടന്റ് എത്ര ഒറിജിനൽ ആണെന്ന് തോന്നുന്നു അതാണ് അവരുടെ വിജയം. അതായത് ആ ട്രൂത്തിനെ നമുക്ക് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ, ആ ഫോൾസിറ്റിനെ ട്രൂത്ത് ആയിട്ട് മാസ്കറേറ്റ് ചെയ്യാൻ എത്രത്തോളം പറ്റുമോ, ഈ രണ്ട് ഡിസ്റ്റിങ്ഷനാണ് വരാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ട്രൂത്തിനെ എത്ര വെല്ലായിട്ട് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഷോക്ക് വാല്യൂ കിട്ടണമെന്നില്ല, ആ നോവൽറ്റി ഫാക്ടർ കിട്ടണമെന്നില്ല. ചടങ്ങിൽ കാലിക്കറ്റ് പ്രസ് ക്ലബ് സെക്രട്ടറി PK സജിത്ത് അധ്യക്ഷനായി. ഐക്കാൺ പ്രസിഡന്റ് ഉമ്മർ പുതിയോട്ടിൽ, സെക്രട്ടറി PS രാകേഷ്, PV അരവിന്ദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കേന്ദ്രമായി അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് മന്ത്രി V. അബ്ദുറഹിമാൻ.